സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട കാമുകൻ കഴുത്തറുത്തിട്ട് പോയി. കഠിനംകുളത്താണ് ഈ സംഭവം. കഠിനംകുളം വടക്കേവിള ഭരണിക്കാവ് ക്ഷേത്രത്തിലെ പൂജാരി രാജീവിൻ്റെ ഭാര്യ ആതിരയ്ക്കാണ് ഈ കൊലപാതകത്തിന് ഇരയാകേണ്ടി വന്നത്. ഇൻസ്റ്റഗ്രാമിൽ കൂടെ വളരെ നാളുകളായി കൊച്ചി സ്വദേശിയ എന്ന് പറയുന്ന ആളുമായിട്ട് ഇവർക്ക് പരിചയമുണ്ടായിരുന്നു. രാജീവിൻ്റെ ഭാര്യ ആതിരയ്ക്ക് 30 വയസ്സ് പ്രായമുണ്ട്. മകൻ ഗോവിന്ദന് കൊച്ചുകുട്ടിയാണ്. പതിപോലെ അവർ ഗോവിന്ദനെ 8:30 സ്കൂളിൽ പറഞ്ഞു വിട്ടു. 5:30 മണിക്ക് ഭർത്താവ് രാജീവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ്. 5:30 മണിക്ക് വീട്ടിൽ നിന്ന് പോയി. ഈ ആളുമായിട്ടുള്ള അവിഹിത ബന്ധം, ഈ ആളുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടതാണ്. വളരെ നാളുകളായി സുഹൃത്തുക്കളാണ്. രാജീവ് അറിയാതെ എത്ര പ്രാവശ്യം ഇവിടെ വന്നു പോയെന്ന് അറിയില്ല. ഏതായാലും ചൊവ്വാഴ്ച രാവിലെ ഇന്നലെ അയാൾ 8:30 മണിക്ക് ശേഷം വീട്ടിൽ വന്നു. മതിൽ ചാടിക്കടന്ന് ആ വീട്ടിലെത്തിയത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. 11:30 മണിക്ക് രാജീവ് വീട്ടിൽ വന്നപ്പം വീടിനുള്ളിൽ കഴുത്തറത്ത് കിടക്കുന്ന നിലയിലാണ് ഭാര്യയെ കണ്ടത്. കത്തി അവിടെ തന്നെയുണ്ട്. കഴുത്ത് അറ്റുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ബെഡിലാണ് കിടക്കുന്നത്. അവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധത്തിനിടയിലാകാം കഴുത്തറക്കാൻ സാധിച്ചത്. ഏതായാലും ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനായിട്ട്. ഡിഫൻസ് വൂണ്ടുണ്ടോ, അവർ തടഞ്ഞിട്ടുണ്ടോ, അതോ അവർ തമ്മിൽ ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് പ്രതിരോധിക്കുന്നതിന് മുമ്പ് കഴുത്തറുത്തോ, അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോലീസ് വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞെങ്കിൽ കൃത്യമായി എന്താണ് ശരീരത്തിൽ സംഭവിച്ചത്, ഏതവസ്ഥയിലായിരുന്നു ഇയാൾ കൊല്ലാൻ സാധിച്ചത്. ഏതായാലും എതിർപ്പില്ലാതെ അവരുടെ കഴുത്ത് അറ്റുപോയ നിലയിലാണ് കാണപ്പെട്ടത്. അതിൽ നിന്ന് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കാം. അയാൾ പെരുമാതുറ അടുത്ത് എവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. ഭർത്താവിനെയും കൊച്ചിനെയും ഉപേക്ഷിച്ച് തൻ്റെ ഒപ്പം വരണം എന്ന് പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. ആ സ്ത്രീയെ കൊല്ലുന്നതിന് വേണ്ടി 8:30 ശേഷം 11:30 മതിൽ ചാടിയാണ് ഇയാൾ വീടിനുള്ളിൽ പ്രവേശിച്ചത് എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ദൃക്സാക്ഷികൾ കണ്ടിരിക്കാം മതിൽ ചാടുന്നത്. സംഭവത്തിന് ശേഷം ആതിരയുടെ സ്കൂട്ടറിലാണ് പ്രതി അവിടുന്ന് എസ്കേപ്പ് ചെയ്തത്. രക്ഷപ്പെട്ടു പോയത് എങ്ങോട്ടാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം വരുന്ന വാർത്ത, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഈ സ്കൂട്ടർ ഇരിപ്പുണ്ട്. ആതിരയുടെ സ്കൂട്ടറാണ്. അവിടുന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് നിന്ന് പോയി ഇരിക്കാം എന്ന് കരുതുന്നു. ഇയാൾ എറണാകുളം സ്വദേശിയാണ് എന്നാണ് ഭർത്താവ് രാജീവിന് ലഭിച്ച വിവരം എന്ന് കരുതുന്നു. എന്തായാലും അയാളുമായിട്ട് ചാറ്റ് ചെയ്തതും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഡേറ്റും പോലുള്ള വിവരങ്ങൾ കുറേയൊക്കെ ആതിരയുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് അവിടെ പരിശോധിക്കുന്നുണ്ട്. പോലീസ് ഡോഗ് വന്നിട്ടുണ്ട്. എന്താണ് ഉദ്ദേശമെന്ന്, എന്തെങ്കിലും മറ്റു രീതിയിൽ ഏതെങ്കിലും എവിഡൻസ് ലഭിക്കുമോ ഇല്ലയോ എന്ന് പോലീസ് ഡോഗിനെ ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെടുന്ന പല ആൾക്കാർക്ക് ഇതുപോലെ പറ്റിയിട്ടുണ്ട്. എന്തിനാണ് ആളെ കൊല്ലുന്നത്? ഇപ്പം ഇത് പറഞ്ഞു കേൾക്കുന്നത് അവരെ ഭർത്താവിനെയും കൊച്ചിനെ ഉപേക്ഷിച്ച് ഇയാളുടെ ഒപ്പം വന്ന് ജീവിക്കണം, അതിന് പെരുമാതുറ എവിടെ ഇയാൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇയാൾ ആരാണ്, എന്താണ് തൊഴിൽ, എറണാകുളംകാരനെന്ന് പറഞ്ഞെങ്കിലും ഇയാളുടെ മൊബൈൽ നമ്പർ ഫേക്ക് നമ്പറാണോ, ഇയാളുടെ നമ്പറാണോ, ഇയാൾ വേറെ എവിടുന്നെങ്കിലും ആരുടെയെങ്കിലും മോട്ടിച്ചെടുത്ത നമ്പറാണോ, അതൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വീട്ടിൽ നിന്ന് ഫിംഗർ പ്രിന്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് തീർച്ചയായിട്ടും പ്രീവിയസ് ആയ ഏതെങ്കിലും ഒരു കൺവിഷനോ പ്രീവിയസ് ആയ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആളെ ട്രേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഇയാൾ ഒരു മുൻ കുറ്റവാളിയാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 8:30 ഈ സംഭവം
ഭർത്താവ് രാജീവൻ വരുന്നതും പോകുന്നതും സമയമൊക്കെ ഇയാൾക്ക് നല്ല നിശ്ചയമുണ്ട്. അവരുടെ വീടിനകത്ത് ഈ താക്കോൽ എവിടെ വെക്കുന്നതെന്ന് അയാൾക്ക് അറിയാമെന്ന് തോന്നുന്നു. സ്കൂട്ടറിൻ്റെ അവരുടെ സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്ന കണ്ടതും അങ്ങനെയാണ്. ഇയാള് ഓട്ടോയിലെങ്ങാനും വന്ന് മതിലടുന്നായിരിക്കണം ആരെങ്കിലും കണ്ടത്. എന്താണ് ഈ വൈരാഗ്യ കാരണം എന്ന് പോലീസിന് ഇപ്പോൾ അറിയില്ല. ഇവരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ? ഇനി ഇവരേതെങ്കിലും പണം ഇയാളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? എന്തിനാണ് ഇവരെ കൊല്ലുന്നത്? കാരണം പല സന്ദർഭത്തിലും ഇതുപോലെ അവിഹിതമായ ബന്ധങ്ങൾ വെച്ചു പുലർത്തിയ പലരും ഇതുപോലെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ധാരാളം കേസുകൾ കേരളത്തിലുണ്ട്. കൊല്ലത്ത് തന്നെ ഒരു മ്യൂസിക് ടീച്ചർ സംഗീതം പരിചയമുള്ള ഒരു മ്യൂസിക്കിലെ മറ്റൊരു ടീച്ചറുമായിട്ട് അവിഹിത ബന്ധവും രഹസ്യമായ ബന്ധങ്ങളും തുടർന്ന് അവരെ രഹസ്യമായിട്ട് പാലക്കാട് വിളിച്ചു വരുത്തി കൊന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ധാരാളം കേസുകൾ കേരളത്തിലുണ്ട്. സോഷ്യൽ മീഡിയ ചതിക്കും നിങ്ങളെ. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ബന്ധുക്കളും അടുപ്പക്കാരും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും കഴിയുമാറ്റം ചെയ്യാനുള്ളതാണ്. അല്ലാതെ പുതിയൊരാളെ കണ്ടെത്തി അയാളുമായിട്ട് സ്നേഹബന്ധത്തിൽ പോകാനുള്ളൊരു വേദിയാക്കി മാറ്റരുത്. നിങ്ങളുടെ കുടുംബം നശിക്കും, നിങ്ങളും നശിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസാനമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആൾക്കാരുടെ ചിന്താഗതി. സോഷ്യൽ മീഡിയ കണ്ട് പരിചയപ്പെടുന്ന ആള് ആ രഹസ്യമായിട്ട് ആ പരിചയപ്പെടൽ തുടർന്നുകൊണ്ടേയിരിക്കും. അയാൾ ആരാണെന്ന് ഇവർക്കറിയില്ല. അയാൾ പറയുന്നത് വിശ്വസിക്കാനേ കഴിയുള്ളൂ. അയാളുടെ ഫോട്ടോ ഉണ്ടാവും, ചിലപ്പം അയാളുടെ പരിചയം ഉണ്ടാവും, അയാളുടെ മണി ട്രാൻസാക്ഷൻ ഉണ്ടാവും, അയാളുമായിട്ട് പലയിടത്തും സഞ്ചരിച്ചെന്ന് വരാം. പക്ഷെ അവൻ ആര് എന്നുള്ളത് സ്ത്രീകൾക്കറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പല മുഖങ്ങളും അയാൾക്കുണ്ടാവും. ഇപ്പം തന്നെ വന്നിരിക്കുന്ന ആള് ആരാണെന്നൊരു പിടിയില്ല. എറണാകുളംകാരനാണ്, എറണാകുളത്തു നിന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വിളിച്ചതും പരിചയപ്പെട്ടതുമൊക്കെ. അതിനപ്പുറം ഒന്നും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ആളെ ലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കേസിൻ്റെ പുരോഗതി ഉണ്ടാവുള്ളൂ. അതിനുള്ള സാധ്യതകൾ വളരെ വിരളമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മൊബൈൽ ഫോണിൽ ധൈര്യസമേതം ചാറ്റ് ചെയ്യുന്ന ഒരാൾ ഇവരെ കൊന്നിട്ട് പോയ അയാളെ പിടിക്കുമെന്ന് അയാൾക്ക് അറിയാമല്ലോ. അപ്പം അത്ര ബുദ്ധിമോശം കാണിക്കും അയാൾ. അതുകൊണ്ട് എറണാകുളംകാരനാണോ എവിടുത്തുകാരനാണോ നമുക്കറിയില്ല. ഇവരുമായിട്ട് ഈ ബന്ധം തുടരുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റു രീതിയിലുള്ള എന്തെങ്കിലും മണി ട്രാൻസാക്ഷനോ വേറെ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ? ഏതായാലും കുറേയൊക്കെ ഭർത്താവിന് കാരണം ഭാര്യാഭർത്താന്മാരായി ജീവിക്കുന്ന പലരും ഇപ്പം സ്വതന്ത്രമായിട്ട് സംസാരിക്കുകയും സ്വതന്ത്രമായിട്ട് പെരുമാറുകയും സ്വതന്ത്രമായിട്ട് നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചതികൾ വന്നാൽ അതിന് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മറ്റു വിവരങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രണ്ടുപേരും അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്ന ആൾക്കാരുടെ വിവരങ്ങൾ ആ സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ അല്ലെ പുരുഷന്മാർ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുകയാണ്. രണ്ടുപേർക്കും അപകടം ഉണ്ടാകാൻ ഏത് സമയം. ഇവിടെ കൃത്യമായിട്ട് എന്തിനാണ് കൊല്ലുന്നത്? അയാൾക്ക് ഈ സ്ത്രീയോടുള്ള അമിതമായ പ്രേമമാണോ സ്നേഹമാണോ? കാരണം ഭർത്താവിനെയും കൊച്ചിനെയും ഉപേക്ഷിച്ച് തൻ്റെ ഒപ്പം വരണമെന്ന് അയാൾ പറയുന്നത് ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ വർഷങ്ങളായിട്ട് തുടരുന്നതിൻ്റെ അവസാന ഭാഗത്ത് അയാൾക്ക് ഇവരോടൊപ്പം ജീവിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണോ? ഇയാൾ ഏത് ജോലിക്കാരൻ, എന്ത് ജോലിക്കാരൻ, ഇയാൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ, ഇയാളുടെ പ്രായം എത്ര, ഇയാളുടെ വയസ്സെത്ര എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് വ്യക്തതയില്ല. അത് ഇനി ആളെ ട്രേസ് ചെയ്തില്ലെങ്കിൽ ഈ കേസ് അൺഡിറ്റക്റ്റഡ് ആയി പോവുകയും ചെയ്യും. ഏതായാലും കേരള പോലീസ് തീർച്ചയായിട്ടും അതൊരു ഡിറ്റക്ഷനിലേക്ക് കൊണ്ടുവരും എന്നാണ് ഞാൻ കരുതുന്നത്.